നാളെ പടച്ചതമ്പുരാന്റെ കോടതിയിൽ പോകുമ്പോൾ അള്ളാഹുവിന് വേണ്ടി നമ്മൾ നമസ്കരിച്ച നമസ്കാരവും നമ്മൾ പിടിച്ചു വീടിയ നോമ്പുകളും നമ്മൾ കൊടുത്ത ദാനധർമ്മങ്ങളും നമ്മുടെ സൽക്കർമ്മങ്ങളും സുഹൃതങ്ങളും എല്ലാം അള്ളാഹു സ്വീകരിക്കുമോ എന്ന ആശങ്കയുണ്ടാകേണ്ടത്, ആ ഒരു ഭയമുണ്ടാകേണ്ടത്, ആ ഒരു പേടി ഉണ്ടാകേണ്ടത് നമുക്കല്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഒരുപാട് അമലുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്, ധാരാളം സൽക്കർമ്മങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്, ഒരുപാട് പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് വിജയത്തിന്റെ അടയാളമല്ല. ഒരുപാട് അമലുകളുമായിട്ട് മൺമറഞ്ഞു പോകുമ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അത് വിജയത്തിന്റെ അടയാളമായി കാണേണ്ടതില്ല. എന്തുകൊണ്ടെന്നറിയോ? അതില് കബൂലിയത്തില്ല എങ്കിൽ പഴം തുണി വലിച്ചെറിയും പോലെ പടച്ചവന് വലിച്ചെറിയുന്നതാ. നിങ്ങൾക്കറിയോ, ഒരു ദിവസം അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇബ്നു മാജ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലാ അഅലമന്ന അഖ്വാമൻ, എനിക്ക് നിശ്ചയമായും ഒരു ജനതയെ തിരിച്ചറിയാ, എനിക്കൊരു വിഭാഗം ആളുകളെ എനിക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട്. ആരാണ് ആ ജനത എന്നറിയോ? ആരാണ് ആ വിഭാഗം ആളുകളെന്നറിയോ? യൗതൂന യൗമൽ ഖിയാമ, നാളെ പരലോകത്ത് പടച്ചതമ്പുരാന്റെ കോടതിയിൽ അവർ എത്തുന്നത് എങ്ങനെയാണെന്നറിയോ? ബിഹസനാതി അംസാലി ജിബാലി തിഹാമ, തിഹാമ പർവ്വതത്തിന്റെ വലിപ്പത്തിലെ അമലുകളുമായിട്ടാണ് വരുന്നത്. പ്രിയപ്പെട്ട എന്റെ പ്രിയമുള്ള ഓടയത്തുള്ള ഇടവയിലുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ഒരു നിമിഷം ഞാനൊന്ന് ചോദിക്കുകയാ, ഒരു രൂപയുടെ ഒരു കീസിൽ ഒരു കിറ്റിൽ കെട്ടിക്കൊണ്ട് പോകാനുള്ള അമൽ നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടോ? ഇല്ല. പക്ഷേ റസൂലുള്ള പറയുകയാണ്, ആഖിറത്തിലെ പടച്ചതമ്പുരാന്റെ കോടതിയിൽ ഒരു ചാൻമുകളിൽ കത്തിച്ചൊലിച്ച് നിൽക്കുന്ന അരുണന്റെ കിരണമേറ്റുകൊണ്ട് ചെമ്പത്തറ താപം കൊണ്ട് പറയ്ക്കുന്ന ആ മഹ്ശറ വൻസഭയിൽ അള്ളാന്റെ മുമ്പിലേക്ക് വരുന്ന ആളുകൾ, അവരുടെ ജീവിതത്തിൽ അവർ ചെയ്ത സുഹൃതങ്ങളുടെ വലിപ്പം എത്രയാണെന്നറിയോ? തിഹാമ പർവ്വതത്തിന്റെ വലിപ്പത്തിലാണ് അവരുടെ അമലുകളുള്ളത്. തിഹാമ പർവ്വതത്തിന്റെ വലിപ്പത്തിലെ അമലുകളുമായിട്ട് പടച്ചവന്റെ കോടതിയിൽ വരുമെന്നാണ്. പക്ഷേ സഹോദരങ്ങളെ, അവരുടെ അമലുകൾ കൊണ്ട് അള്ളാഹുവിന്റെ സ്വർഗം അവർക്ക് ലഭിക്കുന്നില്ല, അവരുടെ അമലുകൾ കൊണ്ട് അള്ളാന്റെ പൊരുത്തം അവർക്ക് കിട്ടുന്നില്ല, അവരുടെ അമലുകൾ കൊണ്ട് നാരകീയ ശിക്ഷയിൽ നിന്നും അവർ രക്ഷപ്പെടുന്നില്ല. റസൂലുള്ള പറയുകയാണ്, ഈ തിഹാമ പർവ്വതത്തിന്റെ വലിപ്പത്തിലെ അമലുകളുമായിട്ട് അള്ളാന്റെ കോടതിയിലെത്തുന്ന ആളുകളില്ലേ, ഫയജ്അലുഹല്ലാഹു ഹബാഅൻ മൻഥൂറാ, അവരുടെ സൽക്കർമ്മങ്ങളെ മുഴുവനും അള്ളാഹു ധൂമധൂളികളാക്കി കളയുമെന്ന, അള്ളാഹു കുമിളകൾ പൊട്ടുന്നത് പോലെ ആക്കി കളയുമെന്ന, ചെമ്പിലയിൽ വെള്ളമൊഴിച്ചതുപോലെ തെറിച്ചു പോകുമെന്ന, അപ്പപ്പന്താടി പോലെ പറന്നു നടക്കുമെന്ന, ഒരു ബലൂൺ പൊട്ടുന്ന ലാഘവത്തോടെ സൽക്കർമ്മങ്ങളെ മുഴുവനും അള്ളാഹു പൊട്ടിച്ചു കളയുമെന്ന. സഹോദരങ്ങളെ, എന്താണ് അതിന് കാരണമെന്നുള്ളത് മറ്റൊരു വിഷയമാണ്. അത് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടതല്ല. ഇവിടെ മനസ്സിലാക്കാനുള്ളത്, ഒരുപാട് കൊട്ടക്കണക്കിന് ഇബാദത്തുകളുമാകട്ടെ പടച്ചവന്റെ കോടതിയിൽ വന്നാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അത് സ്വീകരിക്കുമില്ല. ആ അമലുകളെ പടച്ചതമ്പുരാ സ്വീകരിക്കുകയില്ല എങ്കിൽ ഈ ഇബാദത്തുകൾ കൊണ്ടൊന്നും എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഫലം കാണുകയില്ല. അതുകൊണ്ടാണല്ലോ മറ്റൊരവസരത്തിൽ പ്രവാചകൻ തന്റെ സഹാബത്തിനോട് ചോദിക്കുകയാ, അബൂ ഹുറൈറ തങ്ങളിൽ നിന്ന്, മഹാന്മാരായ സഹാബാക്കളിൽ നിന്ന് മഹാന്മാരായ അയിമ്മത്തുകളെ രേഖപ്പെടുത്തിയ ഹദീസാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മുന്നിലിരിക്കുന്ന സഹാബാ കിറാമിനോട് ചോദിക്കുകയാണ്, അതദറൂന മനിൽ മുഫ്ലിസ്, അതദറൂന മനിൽ മുഫ്ലിസ്, ആരാണ് പാപ്പരെന്നറിയോ സഹാബ? ആരാണ് പാപ്പരെന്ന് നിങ്ങൾക്കറിയുമോ സഹാബ എന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് പറയുകയാണ്, നബിയേ, മല്ലാ ദിർഹമ വലാ മതാ, തീരെ ചരക്കുകളോ വരുമാന മാർഗങ്ങളോ ദീനാറുകളോ ദിർഹമുകളോ ഒന്നും ഇല്ലാത്തവനാണ് പാപ്പര് നബിയെ. നമ്മളോട് ചോദിച്ചാലും അങ്ങനെ തന്നെയല്ലേ മറുപടി കൊടുക്കുക? ആരാണ് ഓടയത്തെ പാപ്പരെന്ന് ചോദിച്ചാ പറയുന്ന മറുപടി എന്താണ്? ഇന്നലെ വരെ ധനാഢ്യനായിരുന്നു, ഇന്നലെ വരെ സമ്പന്നനായിരുന്നു, ഇന്നലെ വരെ പണക്കാരനായിരുന്നു, ഇന്നലെ വരെ ലക്ഷപ്രഭുവായിരുന്നു, ഇന്നലെ വരെ കോടീശ്വരനായിരുന്നു, ഇന്ന് അവന്റെ കയ്യിൽ ഒരു നയാ പൈസയില്ല, അവനാണ് പാപ്പ
പാപ്പരെന്ന് പറയുന്നത് പോലെ സഹാബത്ത് പറഞ്ഞു, നബിയേ നബിയേ അൽ മുഫ്ലിസു ഫീനാ മല്ലാ ദിർഹമ വലാ മതാ. ഞങ്ങളിലെ ചരക്കുകളും ദിർഹമുകളും ഇല്ലാത്തവരാണ് പാപ്പരെന്ന് പറഞ്ഞപ്പോൾ ആരംഭപ്പൂവായ ഹബീബ് അവിടെ നിന്ന് പറഞ്ഞതെന്തെന്നറിയോ? അല്ല അല്ല, ഇന്നൽ മുഫ്ലിസ മിൻ ഉമ്മത്തി, എന്റെ സമുദായത്തിലെ പാപ്പരാരെന്നറിയോ? യഅതി യൗമൽ ഖിയാമത്തി ബിസ്വലാത്തിൻ വസിയാമിൻ വസകാ. ധാരാളം നമസ്കാരങ്ങളും ധാരാളം സദഖകളും ധാരാളം ഇബാദത്തുകളുമായിട്ട് നാളെ പടച്ചവന്റെ കോടതിയിലെത്തുന്നവനാ. ഒരുപാട് സൽക്കർമ്മങ്ങളുമായിട്ട് പരലോകത്ത് വരുന്നവനാ. അള്ളാന്റെ കോർട്ടിലെത്തുമ്പോൾ, കോടതിയിലെത്തുമ്പോ ഒരുപാട് സൽക്കർമ്മങ്ങളുമായിട്ട് കടന്നു വരുന്നവനാണ്. അവന്റെ കയ്യിൽ അമലുകളില്ല എന്ന പ്രശ്നം ഉദിക്കുന്നില്ല. പക്ഷേ സഹോദരങ്ങളെ, അമലുകളുടെ കൂമ്പാരവുമായിട്ട് പരലോകത്തെത്തുമ്പോൾ അള്ളാഹു അത് പലർക്കും വീതിച്ചു കൊടുക്കുമെന്ന്, പലർക്കും അത് ഓഹരി ചെയ്തു കൊടുക്കുമെന്ന് ഷഫീഉൽ മുദ്നിബീൻ നബി മുഹമ്മദ് മുസ്തഫ. ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്ത് നിസ്കാരം ഒന്നും കുറച്ചിട്ടില്ല, നോമ്പ് ഒരു നോമ്പ് പോലും വിട്ടിട്ടില്ല, ദാനധർമ്മങ്ങളിലൊക്കെ മുമ്പന്തിയിലാണ്, എല്ലാത്തിലും അവൻ A+ ആണ്. പക്ഷേ അവന്റെ വായിൽ നിന്ന് ജനങ്ങൾക്ക് ഒരു രക്ഷയുമില്ല. പരദൂഷണത്തിന്റെ ഹോൾസെയിൽ ഡീലർ, ഏഷണിയുടെ പര്യായം, ചീത്ത പറച്ചില്, ആളുകളുടെ മുമ്പിൽ സംസാരിക്കാൻ കൊള്ളാത്തവൻ, ഇങ്ങനെയുള്ള വായാടികൾക്ക് സംഭവിക്കുന്ന എന്താണെന്നറിയോ? ഈ ആളുകളൊക്കെ ചെയ്തു കൂട്ടുന്ന സൽക്കർമ്മങ്ങളുമായിട്ട് അള്ളാന്റെ കോടതിയിലെത്തുമ്പോ അള്ളാഹു പറയും, ദാ ഇവൻ വന്ന് നിൽക്കുന്ന നിന്റെ സൽക്കർമ്മം വാങ്ങാനാ, നിന്റെ നിസ്കാരം മുഴുവനോടുത്ത് അവന് കൊടുത്തേക്ക്, നീ അവനെ ആ ചീത്ത വിളിച്ചത്, നീ അവനെ പറ്റി ഫേസ്ബുക്കിൽ കുറിച്ചിട്ടില്ലേ, നിന്റെ നോമ്പ് മുഴുവനോടുത്ത് അങ്ങോട്ട് കൊടുത്തേക്ക്. അടുത്ത വീണ്ടും ആള് നിൽക്കുകയാണ്, പടച്ചവനെ എന്നെ നടു റോഡിൽ വെച്ച് എന്നെ ചീത്ത പറഞ്ഞവനാണ്, എനിക്കത് വലിയ ഷെയിമായി പോയി, ആളുകളുടെ മുമ്പിൽ എന്റെ അഭിമാനത്തിന് ക്ഷതം വന്നു. അള്ളാഹു പറയും, നിന്റെ ദാനധർമ്മങ്ങളും മുഴുവനും എടുത്തിട്ട് അങ്ങോട്ട് കൊടുക്കടാന്ന് പറയും. ഇനിയും കുറ്റക്കാരായ ആളുകൾ യവനിൽ നിന്ന് സൽക്കർമ്മങ്ങൾ വാങ്ങാൻ വേണ്ടി നീണ്ട നിരയുണ്ട്. പക്ഷെ യവന്റെ കയ്യിൽ കൊടുക്കാൻ ഒന്നുമില്ല. അവസാനം അല്ലാഹുവിന്റെ റസൂല് പറയുന്ന എന്താണെന്നറിയോ? ഈ മനുഷ്യന്റെ അമലുകൾ അവർക്ക് കൊടുക്കാൻ ഒന്നുമില്ലാത്തതിന്റെ പേരില് ഈ നിൽക്കുന്ന ആളുകളുടെ ദുഷ്കർമ്മങ്ങൾ മുഴുവനും യവൻ പേറേണ്ടി വരും. അവന്റെ കള്ളു കുടിച്ചതിന്റെ മുഴുവൻ ശിക്ഷ എടുത്ത് അവന് കൊടുക്കും. നമ്മളെന്താ കരുതിയത്? ഇവിടെ ഇബാദത്തിന് വല്ല കുറവുണ്ടോ? ഇവിടെ സൽക്കർമ്മങ്ങൾക്ക് വല്ല കുറവുണ്ടോ? ഒന്നുമില്ല. അപ്പൊ നമ്മുടെ ഇബാദത്തുകൾ ഒരുപാട് ചെയ്തു കൂട്ടി എന്നതുകൊണ്ട് രക്ഷപ്പെടാമെന്ന് ആരും കരുതണ്ട. തിഹാമ പർവ്വതത്തിന്റെ വലിപ്പത്തിൽ സൽക്കർമ്മങ്ങളുമായിട്ട് അള്ളാനെ സമീപിച്ചാലും അള്ളാഹു അത് കബൂൽ ചെയ്തില്ലെങ്കിൽ, അതാണ് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ അവിടുത്തെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ആയിഷ, നിസ്കാരക്കാരും നോമ്പുകാരും പേടിക്കണം, ഇത് സ്വീകരിക്കുമോ ഇല്ലയോ എന്നുള്ള ഭയം. അള്ളാഹു നമ്മുടെ അമലുകളൊക്കെ സ്വീകരിക്കട്ടെ, അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ കബൂൽ ചെയ്യട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപാട് ചെയ്തിട്ടൊന്നും ഒരു കാര്യവുമില്ല, ഒരൽപ്പം മതി അള്ളാഹ് കബൂൽ ചെയ്യുന്ന നിലയിൽ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ശ്രദ്ധയോടെ ഇരുന്നോളേ. ആ മക്കളെ ഒന്ന് അച്ചടക്കത്തോടെ ഇരിക്കാൻ വേണ്ടി പറയും, അല്ലെങ്കിൽ ലേലം ചെയ്ത് കൊടുക്കുക. എല്ലാ കുട്ടികളും ഇവിടെ വന്നിരുന്നേ, ഇവിടെ വന്നിരിക്കും. ഇനി വളണ്ടിയേഴ്സ് ഒന്നും വേണ്ട, എല്ലാം ഞാൻ തന്നെ. വളണ്ടിയേഴ്സും സംഘാടകനും പ്രാസംഗികനും ഒക്കെ ഞാൻ തന്നെ, എല്ലാം ഞാൻ നിയന്ത്രിച്ചോളാം. ഇനി വരും, എല്ലാവരും ഇവിടെ വന്നിരിക്കും. എഴുന്നേറ്റ് പോരുത്, എന്നിട്ട് പോയാൽ പിന്നെ എങ്ങോട്ട് കയറ്റൂല. ബഹളം ഉണ്ടാക്കരുത്, ഡിസ്റ്റർബ് ചെയ്യരുത്, മിണ്ടാതിരുന്നാ മതി. ഉറങ്ങിക്കോളി, ഇൻഷാ അല്ലാഹ് എല്ലാവരും ഉറങ്ങിക്കോളി. നിങ്ങൾ ഇങ്ങനെ കേട്ടോണ്ട് കണ്ണും തുറന്ന് ഇങ്ങനെ ഇരുന്ന് ഉറങ്ങയോ ഒക്കെ ചെയ്തോളി, അത് പ്രശ്നമില്ല. കേൾക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ആളുകളെ ദയവ് ചെയ്ത് ശല്യപ്പെടുത്തരുത്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. ഉറങ്ങാൻ പറ്റിയ നല്ല അന്തരീക്ഷമാണ്, ഇളം കാറ്റുണ്ട്, നല്ല ചെറിയൊരു ശബ്ദമുണ്ട്, നല്ല നിലയിൽ ഉറങ്ങാൻ പറ്റൂ, ആരുടെയും ശല്യമില്ല. ഇൻഷാ അല്ലാഹ് പോകുമ്പോ ദുആ ചെയ്ത് പോകാൻ നേരത്ത് തങ്ങൾ ദുആക്ക് വരുമ്പോ എല്ലാരെയും വിളിച്ചുണർത്താം ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ബഹളം വെക്കാതിരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കുമെങ്കിൽ നമുക്ക് ആഖിറത്തിൽ ഉപകരിക്കുന്ന, നമ്മുടെ ഇബാദത്തുകൾക്ക് കബൂലിയത്ത് ഉണ്ടാകുന്ന ഖുർആൻ വെച്ച 5 നിബന്ധനകൾ ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം. 5 നിബന്ധനകൾ.
നമ്മുടെ സൽക്കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കുന്നതിന് 5 നിബന്ധനകൾ വിശുദ്ധ ഖുർആൻ തന്നെയാ പറഞ്ഞത്. ആ 5 നിബന്ധനകൾ വളരെ ശ്രദ്ധയോടെ കേട്ടോളി. ഇന്ന് മുതൽ ഇൻഷാ അല്ലാഹ് ഈ 5 നിബന്ധനകൾ പാലിച്ചുകൊണ്ട് നമ്മുടെ ഇബാദത്തുകൾ ചെയ്താൽ ഒരു ഭയവും നമുക്ക് വേണ്ട, അള്ളാഹു സ്വീകരിക്കില്ല. ഈ വെറുതെയാണ് നോമ്പ് പിടിച്ച് പട്ടിണി കിടന്നിട്ട് ഒരു കാര്യവും ഇല്ല. ഇഷ്ടം പോലെ തിന്നോളി, ഒരു ഉപയോഗവും ഇല്ല. അതുകൊണ്ട് രാവിലെ എണീറ്റ് എന്തിനാ നിസ്കരിക്കുന്നത്? വല്ല ഉപയോഗം വേണ്ടേ? അപ്പൊ ആ ഉപയോഗം എന്ന് പറയുന്നത് അള്ളാഹു കബൂൽ ചെയ്യുക എന്നുള്ളതാണ്. ആ കബൂലിയത്ത് കിട്ടാൻ വേണ്ടിയിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടും വിശുദ്ധ ഖുർആൻ പറഞ്ഞ 5 നിബന്ധനകൾ ഇൻഷാ അല്ലാഹ് ഹ്രസ്വമായ നിലയിൽ പറയാം. അതിൽ ഒന്ന്, ഏതൊരു ഇബാദത്തിനെ പോലെയും നമുക്ക് നമ്മുടെ ജീവിതത്തിലെ സുഹൃതങ്ങളിൽ ഉണ്ടാകേണ്ട ഏറ്റവും അനിവാര്യമായ ഒന്നാമത്തെ കാര്യം അത് തഖ്വയാണ്. ഭക്തി ഉണ്ടാകണം. ഇല്ലെങ്കിൽ നമ്മുടെ അമൽ അള്ളാഹ്ക്ക് വേണ്ട. ഇതാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചെയ്യുന്നത്? ഭക്തന്മാരിൽ നിന്നല്ലാതെ പടച്ചതമ്പുരാൻ അത് സ്വീകരിക്കില്ല. ഞാനൊരു ചെറിയ സംഭവം പറഞ്ഞിട്ട് ഞാൻ അതിലേക്ക് വരാം. ആദം നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട ഭാര്യ, എന്തായിരുന്നു പേര്? ആദം നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട ഭാര്യ, ഒരു ഭാര്യ ഉണ്ടായിരുന്നുള്ളൂ, പേടിക്കണ്ട. ഹവ്വാ ബീവി അല്ലേ? നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയാണ്, നമ്മുടെ മുത്തശ്ശിയാണ്. ഈ ഹവ്വാ ബീവി റളിയല്ലാഹു തആല അൻഹ ഈ കണ്ട മക്കളെ എത്രയും കൂടെ പ്രസവിക്കാൻ ഒരു പെണ്ണിന് പറ്റുമോ? പറ്റൂല. അപ്പൊ അള്ളാഹുവിന്റെ തീരുമാനം വന്നു, ഒരു പ്രസവത്തിൽ ഒരു ആണും ഒരു പെണ്ണും, അടുത്ത പ്രസവത്തിൽ ഒരു ആണും ഒരു പെണ്ണും. അവരിലൂടെ ഉൽപാദനം നടക്കണം, അവരിലൂടെ സന്താനോൽപാദനം നടക്കണം. പക്ഷെ എന്റെ കൂടെ ജനിച്ച എന്റെ പെങ്ങളെ ഞാൻ എങ്ങനെ കല്യാണം കഴിക്കും? അതുകൊണ്ട് അള്ളാഹു ഒരു നിബന്ധന വെച്ചു. ആദ്യത്തെ കല്യാണത്തിൽ 2 കുട്ടികൾ, ഒരാണും ഒരു പെണ്ണും. അടുത്ത പ്രസവത്തിൽ, ആദ്യത്തെ പ്രസവത്തിൽ ഒരാണും ഒരു പെണ്ണും, രണ്ടാമത്തെ പ്രസവത്തിൽ ഒരാണും ഒരു പെണ്ണും. അള്ളാഹു പറഞ്ഞു, ആദ്യ പ്രസവത്തിലെ പുരുഷൻ രണ്ടാമത്തെ പ്രസവത്തിലെ സ്ത്രീയെ കല്യാണം കഴിക്കണം. ആദ്യത്തെ പ്രസവത്തിലെ സ്ത്രീ രണ്ടാമത്തെ പ്രസവത്തിലെ പുരുഷനെയും കല്യാണം കഴിക്കണം. അങ്ങനെയാണ് ഈ മക്കളൊക്കെ ഉണ്ടായത്. പക്ഷേ ആദ്യ പ്രസവത്തില് കാബീൽ എന്ന് പറയുന്ന കുരുത്തം കെട്ട മോനുണ്ടല്ലോ, അവന്റെ കൂടെ ജനിച്ച പെണ്ണ് സുന്ദരിയാണ്, അതീവ സുന്ദരിയാണ്. അവൻ പറഞ്ഞു, ആ പണി നടക്കൂല, എന്റെ കൂടെ പിറന്നവളെ ഞാൻ കെട്ടിക്കോളാം, നീ നിന്റെ കൂടെ പിറന്നവളെ കെട്ടിക്കോ. ആദ്യമായിട്ട് ഒരു കലഹം നടന്നത് പെണ്ണിന്റെ വിഷയത്തിലാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു കൊല നടക്കാൻ പോകുന്നതും ഒരു പെണ്ണിന്റെ വിഷയത്തിലാണ്. ഹാബീലിനോട് രണ്ടാമത്തെ പ്രസവത്തിലെ മകനായ ഹാബീൽ പറഞ്ഞു, അള്ളാന്റെ തീരുമാനം അങ്ങനെ അല്ലല്ലോ പ്രിയപ്പെട്ട സഹോദര, അതൊന്നും ഇവിടെ പ്രശ്നമല്ല, നിന്റെ കൂടെ ജനിച്ചവളെ നീ കെട്ടിക്കോ, എന്റെ കൂടെ ജനിച്ചവളെ ഞാനും കെട്ടിക്കോളാം. പ്രശ്നമായി. അവസാനം അള്ളാഹു ഇടപെടുകയാണ്. അള്ളാഹു ഇടപെട്ടിട്ട് പറഞ്ഞൊരു കാര്യം ചെയ്യ്, നിങ്ങൾ രണ്ടുപേരും ഒരു ഖുർബാന അർപ്പിക്കുക, നേർച്ച നടത്തുക. ആരുടെ നേർച്ചയാണോ അള്ളാഹു സ്വീകരിക്കുന്നത്, ആരുടെ ഖുർബാനാണോ പടച്ചവനെ ഖബൂൽ ചെയ്യുന്നത്, അവർക്ക് ആ പെണ്ണിനെ കല്യാണം കഴിക്കാമെന്ന നിബന്ധന അള്ളാഹു വെക്കുകയാ. ആദം നബി അലൈഹിസ്സലാമിലൂടെ അള്ളാഹു ആ വിവരം തങ്ങളുടെ മക്കൾക്ക് കൊടുക്കുമ്പോ, ആദം നബി അലൈഹിസ്സലാമിന്റെ മക്കളായ ഖാബീലും ഹാബീലും എന്തായിരുന്നു അവരുടെ തൊഴിലെന്നറിയോ? ഖാബീൽ എന്ന് പറയുന്ന മനുഷ്യനാണ്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പച്ചക്കറി നടത്തുന്നവനാണ്, കൃഷിക്കാരനാണ്, പഴവർഗ്ഗങ്ങൾ കൃഷി ചെയ്യുന്നവനാണ്. അയാൾ നേരെ കൊണ്ടുവന്ന് ഖുർബാന അർപ്പിച്ചത് എന്താണെന്നറിയോ? കുറെ അഴുകിയ ഭക്ഷണമായിരുന്നു, അഴുകിയ പച്ചക്കറിയായിരുന്നു, പഴവർഗ്ഗങ്ങളായിരുന്നു. എന്തായിരുന്നാലും നേർച്ചയ്ക്ക് കൊടുക്കുന്നത് നല്ലത് കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് അഴുകിയ ചീഞ്ഞനാറിയ ഉപയോഗശൂന്യമായ കുറച്ച് പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും കൊണ്ടുവന്ന് നേർച്ച നടത്തുകയാ. സഹോദരങ്ങളെ, ഹാബീൽ എന്ന് പറയുന്ന പൊന്നുമോനാകട്ടെ, അയാള് കന്നുകാലികളെ കച്ചവടം ചെയ്യുന്ന കന്നുകാലി കൃഷിയുള്ള ആളായിരുന്നു. അയാൾ ഏറ്റവും നല്ല ആടിനെ കൊണ്ടുവന്ന് നേർച്ച നടത്തുകയാ. എന്തായിരുന്നു നേർച്ചയെന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങളെ രേഖപ്പെടുത്തുന്നുണ്ട്. എങ്ങനെയാണ് അള്ളാഹു ആ ഖുർബാന സ്വീകരിക്കുന്നതെന്ന് വിശുദ്ധ ഖുർആനിനെ വിശദീകരിച്ചുകൊണ്ട് മുഴുവൻ മുഫസ്സിരീങ്ങളും പറയുന്നുണ്ട്, വാചാലമാകുന്നുണ്ട്. ആകാശലോകത്ത്
ലോകത്ത് നിന്നൊരു തീനാളം വന്നിട്ട് ആരുടെ കുർബാനയാണോ സ്വീകരിക്കുന്നത് അവരുടെ ആ വസ്തുവിനെ, നേർച്ച വസ്തുവിനെ എടുത്തുകൊണ്ട് പോകുമെന്നായിരുന്നു അന്നത്തെ തീരുമാനം. സഹോദരങ്ങളെ, ഇത് നിരീശ്വരവാദികൾക്ക് ദഹിക്കുമോ എന്നറിയില്ല. പക്ഷേ അഹ്ലുൽ ഈമാനോട് പറയുകയാണ്, ആകാശ ലോകത്തിന്റെ അധിപനായ പടച്ചതമ്പുരാന്റെ തീരുമാനം വരികയാണ്. ഖാബീലതാ നേർച്ച നേർത്താൻ വേണ്ടിയിട്ട്, കുർബാനയ്ക്ക് വേണ്ടിയിട്ട് പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും കൊണ്ടുവച്ചു. ഹാബീലാകട്ടെ ഏറ്റവും നല്ല ഒരു ആടിനെ കൊണ്ടുവന്ന് കുർബാന അർപ്പിക്കുകയാണ്. അല്ലാഹു ഇനി പറയുന്ന നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക. സൂറത്തുൽ മാഇദ, വതുലു അലൈഹിം നബഅ ഇബ്നൈ ആദമ ബിൽ ഹഖ് ഇദ് ഖറബാ ഖുർബാനാ ഫതുഖബ്ബല മിൻ അഹദിഹിമാ വലം യുതഖബ്ബൽ മിനൽ ആഖർ ഖാല ലഅഖ്തുലന്നക ഖാല ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. സൂറത്തുൽ മാഇദയുടെ 27-ാമത്തെ ആയത്ത് നിങ്ങളൊന്ന് പഠിക്കുമോ? അല്ലാഹുവിന്റെ പ്രവാചകരോട് അല്ലാഹ് പറയുകയാണ്, നബിയേ, വതുലു അലൈഹിം നബഅ ഇബ്നൈ ആദമ, വർക്കലയിലെ ഓടയത്തുകാരോട് റസൂലേ അങ്ങ് പറഞ്ഞു കൊടുക്കണം. എന്താണെന്നറിയോ? നബഅ ഇബ്നൈ ആദമ ബിൽ ഹഖി, യാഥാർത്ഥ്യത്തോട് കൂടിയിട്ട് ആദം നബിയുടെ 2 മക്കളുടെ സംഭവം വിവരിച്ചു കൊടുക്കുമോ? എന്താ അവരുടെ സംഭവം എന്നറിയോ? ഇത് ഖറബാ ഖുർബാന, അവർ 2 പേര് ഖുർബാന അർപ്പിക്കുകയാ. അവർ 2 പേര് ഖുർബാന അർപ്പിക്കുകയാ. അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് ആരുടെ ഖുർബാനയാണോ സ്വീകരിക്കുന്നത് ആ ഖുർബാന സ്വീകരിക്കപ്പെട്ടയാൾ ഈ കിലീമയെ കല്യാണം കഴിക്കണമെന്നാണ് തീരുമാനം അറിയിച്ചത്. ഫതുഖബ്ബില മിൻ അഹദിഹിമാ, അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് സ്വീകാര്യത വന്നത് ഒരാളിൽ നിന്നാണ്. വലം യുതഖബ്ബൽ മിനൽ ആഖർ, അടുത്തയാളിൽ നിന്ന് അല്ലാഹു തിരിഞ്ഞു നോക്കിയത് പോലുമില്ല. ഹാബീലിന്റെ ഖുർബാന അല്ലാഹു സ്വീകരിക്കുകയാണ്. പക്ഷെ ഖാബീലിന്റെ ഖുർബാന അല്ലാഹു സ്വീകരിച്ചില്ല. ആ സമയത്ത് തന്റെ പ്രിയപ്പെട്ട സഹോദരി, തന്റെ ഭാര്യയാകാൻ പോകുന്നവൻ, തന്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും ഉണ്ടാകൂല എന്ന് മനസ്സിലാക്കിയപ്പോ ഹാബീലിനോട് വന്നിട്ട് ഖാബീൽ പറഞ്ഞത്, ഖാല ലഅഖ്തുലന്നക, നിശ്ചയം നിന്നെ ഞാൻ കൊല്ലുമടാ. നിന്നെ കൊല്ലലല്ലാതെ വേറെ നിവർത്തിയില്ല. ഒരു പെണ്ണിന് വേണ്ടിയിട്ട് ആദ്യമായിട്ടൊരു കൊലപാതകം നടക്കുകയാണ്. ആദ്യത്തെ കൊല നടന്നത് അതിരുതർക്കത്തിന്റെ പേരിലല്ല. ആദ്യത്തെ കൊലപാതകം നടന്ന വർഗീയതയുടെ പേരിലല്ല. ആദ്യത്തെ കൊല നടന്നത് പണം അപഹരിക്കാനായിരുന്നില്ല. സ്നേഹിച്ചു പോയ പെണ്ണിനെ, മോഹമുള്ള പെണ്ണിനെ, സൗന്ദര്യവതിയായ പെണ്ണിനെ കിട്ടാതെ വന്നപ്പോ നിരാശാ കാമുകനായിട്ടാ പ്രിയപ്പെട്ട ഹാബീൽ എന്ന് പറയുന്ന ആള്, ഹാബീൽ എന്ന് പറയുന്ന സ്വന്തം കൂടപ്പറപ്പിനെ, വാപ്പയുടെ ഉമ്മയുടെ പ്രിയപ്പെട്ട പൊന്നുമോനെ കൊല്ലാൻ ഒരുങ്ങുമ്പോ ഹാബീൽ എന്ന നല്ല മോനെ ഖാബീൽ എന്ന് പറയുന്ന കൊലയാളിയാകാൻ പോകുന്നവനോട് പറഞ്ഞ വാക്കെന്തെന്നറിയോ? എടോ, നീ എന്തിനാണ് എന്നെ കൊല്ലാൻ കൈ ഉയർത്തുന്നത്? നിന്റെ ഖുർബാന അല്ലാഹു സ്വീകരിക്കാത്തതാണോ നീ എന്നെ കൊല്ലുന്നത്? പൊന്നുമോനെ, ഖുർബാന അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ നിബന്ധന ഉണ്ടടാ. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, അല്ലാഹു തഖ്വയുള്ളവരിൽ നിന്നല്ലാതെ, ഭക്തന്മാരിൽ നിന്നല്ലാതെ ഒന്നും അല്ലാഹു സ്വീകരിക്കുകയില്ല. കാരണം അല്ലാഹു ഏറ്റവും കൂടുതൽ സ്വീകരിക്കുന്ന അമലുകൾ കബൂൽ ചെയ്യുന്നത് തഖ്വയുള്ളവരിൽ നിന്നാണ്. നിനക്കില്ലാതെ പോയത് അതാണ് മോനെ എന്ന് പറഞ്ഞപ്പോൾ സഹോദരങ്ങളെ, നിഷ്ഠൂരമായിട്ട് ഹാബീലിനെ ഖാബീൽ കൊന്നുകളഞ്ഞു എന്ന് ചരിത്രം പറയുകയാ, അല്ല വിശുദ്ധ ഖുർആൻ പറയുകയാ. അവസാന കൊല്ലപ്പെട്ടതിന്റെ കൂടപ്പറപ്പിന് തോളത്തെടുത്തിട്ട് കൊണ്ട് ഖേദത്തോടെ നടക്കുകയാ. എന്ത് ചെയ്യണമെന്നറിയില്ല. ഇതിനെ കളയണോ, തിന്നണോ, നശിപ്പിക്കണോ, എന്താണെന്നറിയില്ല. ആ സമയത്ത് അല്ലാഹു പറയുകയാണ്, ഏറ്റവും വലിയ വിദ്യാഭ്യാസത്തിന്റെ വിചക്ഷണന്മാരാകി മാറിയ, വിദ്യാഭ്യാസത്തിന്റെ അപ്പോസ്തലന്മാരാകി മാറിയ, ശാസ്ത്രത്തെ കീഴടക്കിയിട്ട് ചന്ദ്രനിൽ പോലെ തട്ടുകട തുടങ്ങാൻ വെമ്പല് കൊള്ളുമ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനസ്സിലാക്കുക, ഒരു മനുഷ്യനെ തന്റെ പ്രിയപ്പെട്ട കൂടപ്പറപ്പ് മരിച്ചു പോയപ്പോൾ ആ മരണപ്പെട്ട കൂടപ്പറപ്പിനെ എന്ത് ചെയ്യണമെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ അല്ലാഹു ആദ്യമായിട്ട് അതാ ഒരു അധ്യാപകനെ ഇറക്കുകയാ. ഏതാണ് അധ്യാപകൻ എന്നറിയോ? വീട്ടുമുറ്റത്ത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ കൊത്തിപ്പറക്കാൻ വേണ്ടി വന്നിരിക്കുന്ന കറുത്ത കാക്കയുണ്ടല്ലോ. അല്ലാഹു പറയുന്നു, ഫബഅസല്ലാഹു ഖുറാബാ,
അള്ളാഹു ഒരു കാക്കയെ അയക്കുകയാ. ആ കാക്ക മറ്റൊരു കാക്കയെ എന്താ ചെയ്തത്? കൊത്തിക്കൊല്ലുന്നു എന്നൊക്കെ ചരിത്രം പറയുന്നുണ്ട്. എന്നിട്ട് അതിന്റെ ചുണ്ടുകൊണ്ട് മൂടുകയാ. ആ സമയത്താണ് പ്രിയപ്പെട്ടവരെ കാബീലിന് ബോധം വന്നത്, ഞാൻ ഇങ്ങനെ ചെയ്താ മതിയല്ലോ. ഇതെല്ലാ ചരിത്രത്തിന്റെ താളുകളിൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മായാതെ മങ്ങാതെ കിടക്കുമ്പോ നമ്മുടെ വിഷയത്തിന്റെ ഏറ്റവും മർമ്മമായ ഭാഗം ഏതാണ്? അള്ളാഹു ഒരു മനുഷ്യനിൽ നിന്ന് സ്വീകരിക്കണമെങ്കിൽ, അവന്റെ സൽക്കർമ്മങ്ങൾ സുഹൃതങ്ങൾ സ്വീകരിക്കണമെങ്കിൽ ഒന്നാമതായിട്ട് അള്ളാഹു വെച്ച നിബന്ധന ഏതാണ്? ഇന്നമായ തഖബ്ബലുല്ലാഹു നമസ്കരിക്കാനും നോമ്പ് പിടിക്കാനും സുഹൃതം ചെയ്യാനും ആർക്കും കഴിയും. പക്ഷേ അത് കബൂലിയത്തുണ്ടാകാ പാടുപെടണം സഹോദരാ. ഖുർആൻ വെച്ച 5 ഡിമാൻഡുകളിൽ ഒന്നാമത്തെ ഡിമാൻഡ് നിങ്ങൾക്ക് ഭക്തി ഉണ്ടാകണം, നിങ്ങൾക്ക് അള്ളാഹുവിനോടുള്ള സൂക്ഷ്മത ഉണ്ടാകണമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു വെക്കുമ്പോൾ സഹോദരങ്ങളെ, കാബീലിൽ നിന്ന് തിരസ്കരിക്കപ്പെടുകയും ഹാബീലിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയും ചെയ്തത് തഖ്വയെ മാനദണ്ഡമാക്കിയിട്ടാണെന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പഠിപ്പിക്കുകയാണ്. ആകാശലോകത്ത് നിന്നൊരു തീനാളം വന്നിട്ട് പറമ്പിൽ കൊണ്ടുവച്ച പച്ചക്കറിയും പഴവർഗ്ഗങ്ങളെയും തിരിഞ്ഞു നോക്കാതെ അപ്പുറത്തു വെച്ച ഹാബീലിന്റെ മുട്ടനാടിനെ ആ തീനാളം വിഴുങ്ങി എന്ന്, അല്ലെങ്കിൽ കൊണ്ടുപോയി എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. ഞാനിത് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ചിന്തിക്കും, ഇതൊക്കെ 2023 ഡിസംബർ മാസത്തിൽ പറയാൻ പറ്റിയ കാര്യമാണ് ഉസ്താദേ. ഇസ്ലാം എന്നും പുതിയ അപ്ലയാണ്, ഇസ്ലാം എന്നും പത്തരമാറ്റാണ്. അതിനനുസരിച്ച് ബുദ്ധി വളരാത്ത നിരീശ്വരവാദികൾക്ക് ബുദ്ധിമാന്മാരെന്ന് അവകാശപ്പെടുന്ന ബുദ്ധി ലെവലേശമില്ലാത്തവർക്ക് തിരിയാതെ പോയതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാനാ? അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുന്നതാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കണം, ആ ഹാബീൽ എന്ന് പറയുന്ന മകനിൽ നിന്ന് ഒരാടിനെ തീനാളം വിഴുങ്ങി പിന്നീട് ആകാശത്തിലേക്ക് ഉയർത്തപ്പെട്ട ആ ആടിനെ ചരിത്രത്തിൽ വീണ്ടും ആ ആടിനെ തിരിച്ചു കൊണ്ടുവന്നു എന്ന് മുഫസ്സിരീങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ആ ആടേതായിരിക്കും? ഖസറിന്റെ വഴുതൂരം അപ്പുറത്തിരിക്കുകയല്ലേ നിങ്ങൾ? ഞാൻ ചോദിക്കുന്ന വളരെ വ്യക്തമായി മനസ്സിലായോ? ഹാബീലിന്റെ ഖുർബാന അർപ്പിച്ച ആട് ആകാശലോകത്തെ തീനാളം വിഴുങ്ങി പിന്നീട് ആ ആടിനെ തിരിച്ചു കൊടുത്തു. എപ്പോഴാ? സഹസ്രാബ്ദങ്ങൾക്ക് ശേഷം മനുഷ്യനാഗരികതയുടെ പ്രപിതാമകന് സയ്യിദുന ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സീമന്തപുത്രനായ നബിഹുല്ലാഹി ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ മിനാ താഴ്വരയിൽ മലത്തിക്കിടപ്പിയിട്ട് കഴുപ്പിലേക്ക് കത്തിവെച്ചിട്ട് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ബലി കൊടുക്കാൻ തീരുമാനിച്ചപ്പോ ഫദൈനാഹു ബിദിബിഹിൻ അലീം, വേണ്ട നബിയെ, ഇതാ ഞാൻ നിങ്ങൾക്ക് ഒരു ആടിനെ തരാമെന്ന് പറഞ്ഞ് ആ ആടിനെ തിരിച്ചിറക്കി കൊടുത്തു. അപ്പൊ ഇപ്പൊ നിരീശ്വരവാദികൾ ചോദിക്കും, അപ്പൊ ആടിന് എത്ര വയസ്സുണ്ടായിരുന്നു? അതാണ്, ആടിന് എത്ര വയസ്സുണ്ടായിരുന്നു? പൊട്ടന്മാരോട് മറുപടി പറയാൻ നമുക്ക് സമയമില്ല. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കിന്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. കാരണം അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അദൃശ്യ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവനെ മുഅ്മിൻ എന്ന് പറയാൻ പറ്റുള്ളൂ. ആദ്യത്തെ ഡിമാൻഡ് അല്ലാഹ് വെച്ചതാണ്. കണ്ണി കണ്ടത് മാത്രം വിശ്വസിക്കുന്നു എന്ന് പറയുന്ന നിരീശ്വരവാദികള്, ഏതല്ലാടാ നീ ഇന്നുവരെ കണ്ടിട്ടുണ്ടോടാ അല്ലായ എന്ന് ചോദിച്ചവന്മാർ അവസാനം മൂക്കും വായും മൂടിക്കെട്ടി നടക്കുന്നു, കാണാത്ത വൈറസ് വരുമെന്ന് പേടിച്ചിട്ട്. വിവരം കെട്ട ദോഷികൾ. ഒന്ന് ആലോചിച്ച് നോക്കി, കാണാത്ത ദൈവത്തെ ഞങ്ങൾ ആരാധിക്കൂല എന്ന് പറഞ്ഞ വിവരം കെട്ടവര് അവസാനം എന്താ ചെയ്തത്? കണ്ണി കാണാത്ത വൈറസിനെ പേടിച്ചുകൊണ്ട് വീട്ടിനകത്ത് അടയിരിക്കാൻ തുടങ്ങി. അല്ലേ? അള്ളാന്റെ പണിഷ്മെന്റ് ഇനിയും വരും, നോക്കിക്കോളി. വിടുവെന്ന് ഒരു പ്രതീക്ഷയും വേണ്ട, അള്ളാഹ് വിടുവെന്ന് ഒരു പ്രതീക്ഷയും വേണ്ട. അള്ളാഹുവിന്റെ മുമ്പിൽ അവന്റെ ഖുദ്റത്തും അവന്റെ ഇറാദത്തും അവന്റെ അളമത്തും അവന്റെ കിബിരിയയും ഇതെല്ലാം സമ്മതിച്ചു കൊടുക്കാൻ മനസ്സില്ലാത്തിടത്തോളം കാലം ഒന്നിന് പുറകെ ഒന്നൊന്നായി അള്ളാഹു പരീക്ഷണങ്ങളുടെ പേമാരി ഇറക്കിക്കൊണ്ടിരിക്കും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അത് കിട്ടുന്നത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രമായിരിക്കൂല. പള്ളി പോകുന്നവനായിരിക്കും ആദ്യം തലയിൽ വീഴുന്നത്. അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് തഖ്വയുള്ളവരാകണം. ഏതൊരു ഇബാദത്തിലും തഖ്വ വേണം, ഭക്തി ഉണ്ടാകണം. അള്ളാഹുവിന് വേണ്ടിയാണ്. ആ ഒരു ഭക്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ മാത്രമേ ആ അമൽ അള്ളാഹു സ്വീകരിക്കുള്ളൂ. എന്തായി തഖ്വ എന്ന് പറഞ്ഞാൽ? നമ്മളൊക്കെ പറയും മുത്തക്കീങ്ങളാ. ശരിയാണ്, നിങ്ങൾ എല്ലാവരും മുത്തക്കീങ്ങളാ. ഈ സ്ത്രീകളും മുഴുവനും മുത്തക്കീങ്ങളാ. നിങ്ങളും മുത്തക്കീങ്ങളാ. ഈ ഇരിക്കുന്ന ഉസ്താദ് അടക്കം എല്ലാവരും മുത്തക്കീങ്ങളാ. ഞാൻ മാത്രമേ ഉള്ളൂ മുത്തക്കി അല്ലാത്തത്.
അതേതാ മുത്തക്കി എന്ന് പറഞ്ഞ അർത്ഥം ചാരിയിരിക്കുന്നവനെന്നാ. മറ്റേ കാലുള്ള കാഫുണ്ടല്ലോ, ആ മുത്തക്കിങ്ങളെ നമ്മളെല്ലാരും. 2 പുള്ളിയുള്ള കാഫുള്ള മുത്തക്കിയാകണം, എങ്കിലേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂ. അല്ലാതെ കാലുള്ള കാഫ് കൊണ്ടുള്ള മുത്തക്കി എന്ന് പറഞ്ഞാൽ ചാരിയിരിക്കുന്നവൻ. നിങ്ങളൊക്കെ നല്ല മുത്തക്കിങ്ങളാ, ചാരിയിരിക്കല്ലേ. ഞാൻ മാത്രമേ ഉള്ളൂ ചാരിയിരിക്കാതെ നിൽക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുത്തക്കീങ്ങൾ എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ വിശുദ്ധി എന്ന് പറഞ്ഞാൽ കയ്യില് ഒരു കൗണ്ടർ വിരലിൽ കുത്തിക്കയറ്റി നടക്കുന്നവനെന്നല്ല എന്റെ അർത്ഥം. കയ്യില് ജപമാലയും പിടിച്ചോണ്ട് നടക്കുന്നവനെന്നല്ല അർത്ഥം. പിന്നെന്താണ് മുത്തക്കി എന്ന് പറഞ്ഞാൽ? തള്ള വിരലിന്റെ നഖം മുതൽ മൂർധാവിലെ തല ഉച്ചിയിലെ രോമം വരെ പരിശുദ്ധമായിരിക്കണം എന്ന് പറഞ്ഞാൽ അകത്തും പുറത്തും ഒക്കെ ഹറാമായത് ഒന്നും കടന്നിട്ടുണ്ടാകാൻ പാടില്ല. ഒരു പല്ലിമുട്ടായി പലപ്പോഴും നമുക്ക് അബദ്ധം പിടയുന്ന എന്താണെന്നറിയോ? ഭയങ്കര നിസ്കാരം, നോമ്പ്, കള്ളു കുടിക്കൂല, പലിശ വാങ്ങൂല, ഇതൊക്കെ ഭയങ്കര വിശുദ്ധിയായിരിക്കും. പക്ഷേ ആരാന്റെ മുതല് തിന്നുന്നതിൽ ഒരു വിശുദ്ധി ഉണ്ടാവൂല, ഒരു സൂക്ഷ്മത ഉണ്ടാവൂല. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളതാണ്, കല്ലും മുള്ളും കുപ്പിച്ചില്ലും ഒക്കെ ഉള്ള ഒരു വഴിയിലൂടെ നമുക്ക് നല്ല വില കൂടിയ ഷൂ ഉണ്ടെങ്കിൽ നടന്നു പോകാം. നമ്മുടെ ഷൂവിലൂടെ അത് ഒരിക്കലും നമ്മുടെ കാലിൽ കൊള്ളൂല. അതാണ് പാദരക്ഷ എന്ന് പറയുന്നത്. പാദത്തിന് രക്ഷ കൊടുക്കുന്നതാണ് ചെരുപ്പ്. നേരെ മറിച്ച് ഈ ഷൂവിനകത്ത് ഒരു ചെറിയ ചരൽക്കല്ല് കിടന്ന നടക്കാൻ പറ്റുമോ? നടക്കാൻ പറ്റൂല, കാല് വേദനിക്കും. നമ്മുടെയൊക്കെ ബോഡിക്ക് വെളിയില് ഔട്ടിൽ എന്തുണ്ടെങ്കിലും ഒരു പ്രശ്നമില്ല, അള്ളാഹു അതൊക്കെ അങ്ങ് വിട്ടുവീഴ്ച ചെയ്യും. പക്ഷെ ഉള്ളില് എന്തെങ്കിലും നിഷിദ്ധമായത് കടന്നിട്ടുണ്ടെങ്കിൽ അള്ളാന്റെ റസൂല് പറഞ്ഞു, അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെട്ട ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്ന കാലത്തോളം അന്നാറു ഔലാ ബിഹി, നരകം തന്നെയാണ് അവന് ഏറ്റവും മെച്ചമായത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എന്താ നിങ്ങൾ ആമീൻ പറയാത്തത്? പലിശക്കാരവിടെ എല്ലാവരും അങ്ങനെ ഉറക്കെ പറയും. റബീഉൽ അവ്വലിന് മാത്രം കിടന്ന് വിളിച്ചാ പോരാ, എപ്പോഴും വിളിക്കണം നമ്മൾ. ഇൻഷാ അല്ലാഹ് പെണ്ണുങ്ങൾ വിളിക്കണ്ട. പ്രിയമുള്ള സഹോദരങ്ങളെ, ജീവിതത്തിന്റെ വിശുദ്ധി അല്ലെങ്കിൽ മുത്തഖിയാവുക, സൂക്ഷ്മതയുള്ളവരാവുക എന്ന് പറഞ്ഞാൽ കഴിക്കുന്ന ഭക്ഷണത്തിൽ പോലും പ്രിയപ്പെട്ടവരെ അതുണ്ടാകേണ്ടതാണ്. അബൂ ഹനീഫത്തുൽ കൂഫി നുഅ്മാനി റളിയല്ലാഹു തആല അൻഹു ഒരു മദ്ഹബിന്റെ ഇമാമാണല്ലോ. ലോകത്തെ ഏറ്റവും വലിയ ആൾക്കൂട്ടമുള്ള മദ്ഹബ് ഹനഫി മദ്ഹബാണല്ലോ. അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹുവിന്റെ നാട്ടിൽ ഒരു ആട് മോഷണം പോവുകയാ. ഒരു ആട് മോഷണം പോയ സുബ്ഹാനല്ലാഹ്, ആരാണ് എടുത്തതെന്നറിയില്ല, എവിടെയാണെന്നറിയില്ല. ആകെ എല്ലാവരും വളരെ അങ്കലാപ്പിലായി, സങ്കടത്തിലായി. പാവപ്പെട്ടവന്റെ ആട് മോഷണം പോയ വേദനയോടെ ആ പ്രിയപ്പെട്ടവൻ ഇങ്ങനെ നടക്കുമ്പോൾ അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു ഓടി വന്ന നാട്ടിലെ ഏറ്റവും വലിയ ആട് ബിസിനസ് നടത്തുന്ന ഒരാളോട് വിവരം ചോദിക്കുകയാ. ആടുമായിട്ട് ബന്ധപ്പെട്ട് നല്ല വിവരമുള്ള ഒരുത്തനെ വിളിച്ചിട്ട് ചോദിച്ചു, ഒരു ആട് ശരാശരി എത്ര കൊല്ലം ജീവിക്കുമെന്നൊന്ന് പറഞ്ഞു തരുവോ? ആ സമയത്ത് അദ്ദേഹം അതിന് മറുപടി കൊടുത്തു, 7 വർഷമാണ് ഒരു ആടങ്ങനെ ജീവിക്കുക, 7 വർഷമാണ് ഒരു ആടങ്ങനെ ജീവിക്കുക എന്ന് പറഞ്ഞപ്പോൾ സുബ്ഹാനല്ലാഹ്, അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു 7 വർഷക്കാലം പിന്നെ ആട്ടിറച്ചി കഴിച്ചിട്ടില്ല. അബൂ ഹനീഫ തങ്ങളല്ല മോഷ്ടിച്ചത്, മോഷ്ടിക്കപ്പെട്ട ആടല്ല കച്ചവടം നടത്തുന്നത്. ഒരുപക്ഷേ പ്രിയപ്പെട്ട അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ചിന്തിക്കുന്നത്, ഒരുപക്ഷേ ഈ മോഷ്ടിക്കപ്പെട്ട ആടാണെങ്കിലോ, ഏതെങ്കിലും ഒരു ആടാണെങ്കിലോ ഏതെങ്കിലും ഒരു കശാപ്പുകാരൻ വാങ്ങിയിട്ട് അതിന് പീസാക്കിയിട്ട് അതിനെ തൂക്കിക്കൊടുത്തത് എന്റെ വീട്ടിലേക്ക് വന്ന് ഞാൻ കറി വെച്ച് കഴിക്കുന്നത് ആടാണെങ്കിലോ. അബൂ ഹനീഫ ഇമാമിനെ സംബന്ധിച്ചിടത്തോളം അതിൽ പോലും അള്ളാഹുവിന്റെ ഭാഗത്തു തെറ്റില്ല. പക്ഷേ അവരുടെ ജീവിതത്തിന്റെ വിശുദ്ധി തഖ്വ അങ്ങനെയാണ്. മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ മറ്റൊരു മദ്ഹബിന്റെ ഇമാമാണല്ലോ. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന് കുറച്ച് തൈരിന്റെ ആവശ്യം വന്നു. ആ സമയത്ത് മഹാനവറുകൾ ബന്ധുക്കളോട് പറഞ്ഞു, കുറച്ച് തൈര് കൊണ്ടുവരുവോ? ആ തൈര് കൊണ്ടുവന്ന ബന്ധുക്കളോട് ചോദിച്ചു, ഹലാലാണോ ഹറാമാണോ ഇത്? അവര് പറഞ്ഞു, ഞങ്ങൾക്കതൊന്നും അറിയില്ല. മഹാനവറുകൾ പറഞ്ഞു, എന്നാ എനിക്കത് വേണ്ട,
ആ വേണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ എന്തു ചെയ്യാനാ? നിങ്ങൾ എന്തു വേണോ ചെയ്തോ, എനിക്കത് വേണ്ട. അഹ്മദ് ബിൻ ഹംബലിന്റെ പ്രിയപ്പെട്ടവരെന്താ ചെയ്തതെന്നറിയോ? ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാത്ത കണ്ണുകുടിഞ്ഞ കവിളുകുടിഞ്ഞ വയറൊട്ടിയ എല്ലുംതിയ പാവപ്പെട്ട പട്ടിണി പേക്കോലങ്ങളുള്ള കോളനികളിൽ കൊണ്ടു ചെന്നു. എന്നിട്ട് അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് തൈര് വേണോ? അവര് ചോദിച്ചു, എന്താ ഇപ്പൊ ഇങ്ങനെ കൊണ്ടുവരാൻ കാരണം? ഇമാം അഹ്മദ് ബിൻ ഹംബൽ വേണ്ടെന്ന് പറഞ്ഞു ഒഴിവാക്കിയ തൈരാ. ആ പാവപ്പെട്ടവര് വിളിച്ചു പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഞങ്ങൾ പട്ടിണി കിടന്ന് മരിച്ചാലും ഞങ്ങൾക്ക് പ്രശ്നമല്ല, ഈ തൈര് ഞങ്ങൾ കഴിക്കില്ല. കാരണം ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ എന്തോ യുക്തിയുണ്ട്. സഹോദരങ്ങളെ, നിങ്ങൾക്കറിയോ, വീടിന്റെ കോലായിൽ കാത്തിരിക്കുകയാണ് ഇവര് എന്ത് ചെയ്തു എന്നറിയാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് ബന്ധുമിത്രാദികൾ ആ തൈരിനെ എടുത്ത് അറബിക്കടലിലേക്ക് വലിച്ചെറിയുകയാ. സഹോദരങ്ങളെ, പർവ്വത സമാനമായ തിരമാലകൾ ആഞ്ഞു വീശുന്ന സമുദ്രത്തിലേക്ക്, സാഗരത്തിലേക്ക് ആ തൈര് പാത്രത്തെ എടുത്തങ്ങ് കളഞ്ഞു. ഇമാം അഹ്മദ് ബിൻ ഹംബൽ ആ വിവരമറിഞ്ഞു. അല്ലാ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ മരിക്കുന്നത് വരെ ഒരു മത്സ്യം പോലെ കഴിച്ചിട്ടില്ല. എന്തുകൊണ്ടെന്നറിയോ? ഹറാമാണെന്ന് ഉറപ്പുണ്ടാകുന്ന കാര്യത്തെ പറ്റിയല്ല, പക്ഷെ അവരുടെ ജീവിതത്തിന്റെ വിശുദ്ധി ഇങ്ങനെയാണ്. സഹോദര, പറയാൻ പറ്റുമോ പ്രിയപ്പെട്ട പെങ്ങളെ? പലിശയുടെ പണം കലരാത്ത ഭക്ഷണമാണ് നീ കഴിച്ചിട്ട് നിന്റെ മാംസം ഭാഗങ്ങൾ, നിന്റെ ശരീരത്തിന്റെ ബ്ലഡ് മുഴുവനും ഉണ്ടാകണമെന്ന് പറയാൻ എന്റെ പ്രിയപ്പെട്ട ഓടയത്തെ പെങ്ങൾക്ക് കഴിയോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിങ്ങൾക്ക് സാധിക്കുമോ? ഞാൻ ഇന്ന് വരെ ഒരാളെ സങ്കടപ്പെടുത്തി പറ്റിച്ചായാലും തട്ടിച്ചായാലും വെട്ടിച്ചായാലും ഒരു പല്ലിമുട്ടായിയുടെ വലിപ്പത്തിന്, ഒരു കടലയുടെ വലിപ്പത്തിന്, ഒരു കപ്പലണ്ടിയുടെ വലിപ്പത്തിന് എന്റെ പള്ളയിൽ പോയിട്ടില്ലെന്ന് ഉറപ്പ് പറയാൻ ആർക്കാ കഴിയുക? ആ ഒരു ഉറപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാപ്പെടുത്തോളം കാലം ഇന്നമായ തഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, അല്ലാഹു ഭക്തിയുള്ളവരിൽ നിന്ന് മാത്രമാണ് ഇബാദത്തുകൾ സ്വീകരിക്കുക. നമ്മുടെ ഇബാദത്തുകൾ കബൂലിയത്തുണ്ടോ എന്ന ആശങ്കയോടെ പാതിരാത്രികൾ ഉറക്കമുളച്ചിട്ട് ഒരു വിചിന്തനം നടത്തേണ്ട ഘട്ടമാണിത്. അള്ളാഹു നമ്മുടെ അമലുകൾ സ്വീകരിക്കപ്പെടുന്ന സാലിഹീങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. 5-ൽ രണ്ടാമത്തേത്, 1 ഭക്തി. അതുണ്ടാകണം, തീർച്ചയായിട്ടും ഉണ്ടാകണം. സഹോദരങ്ങളെ, പട്ടിണി കിടന്നാൽ എന്താണ്? ഹറാം നമ്മുടെ ഇന്ന് ഏറ്റവും കൂടുതൽ ഒരു ഹോബി എന്ന് പറയുന്നത് ഈ സാമ്പത്തിക ഇടപാടുകളിൽ വിശുദ്ധിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കുറഞ്ഞ അമലുകളെ ഉള്ളൂ. നമ്മുടെ പടച്ചവനല്ലേ ഈ ഇസ്രായേൽ പ്രധാനമന്ത്രിയെ കണക്ക് ക്രൂരനല്ലല്ലോ നമ്മുടെ അല്ലാഹ്. അമേരിക്കൻ പ്രസിഡന്റിനെ കണക്ക് ക്രൂരനല്ലല്ലോ നമ്മുടെ പടച്ച തമ്പുരാൻ. നമ്മുടെ അല്ലാഹ് കരുണാമയനല്ലേ, റഹ്മാനല്ലേ, റഹീമല്ലേ, ദയയുള്ളവനല്ലേ, അലിവുള്ളവനല്ലേ, കാരുണ്യമുള്ളവനല്ലേ, കൃപയുള്ളവനല്ലേ. അതുകൊണ്ട് നമുക്കങ്ങ് പുറത്തു തരും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സുഹൃതങ്ങൾ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, നിസ്കാരം ഒന്ന് നഷ്ടപ്പെട്ടു പോയാൽ അത് മിസ്യൂസ് ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല, അത് മുതലെടുക്കാൻ വേണ്ടി പറയുന്നതല്ല. അള്ളാഹു അങ്ങ് മാപ്പാക്കും. നമ്മുടെ പടച്ചോനല്ലേ, ആ ഒരു ബോധം ഉണ്ടായാൽ മതി. പക്ഷേ ആരാന്റെ മുതലിൽ നിന്ന് ഒരു ഈത്തപ്പഴത്തിന്റെ കുരുവിന്റെ അളവങ്ങാനം നമ്മുടെ വയറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ ചെല്ല്, അവനെ വിളിക്ക്, എന്നിട്ട് പൊരുത്തം ചോദിക്ക്, പരിഹാരം കാണ്, എന്നിട്ട് അള്ളാഹുവിനോട് ചോദിക്ക്. ഇല്ലാതെ അള്ളാഹു നമ്മുടെ അമല് സ്വീകരിക്കൂല. തഖ്വ എന്ന് പറഞ്ഞാൽ ദാടി നീട്ടി വളർത്തലല്ല, തലപ്പാവ് ധരിക്കലല്ല, കയ്യിൽ ജപമാല പിടിക്കലല്ല, നിസ്കാരത്തഴമ്പ് അടുപ്പിന്റെ 3 കല്ല് പോലെ നെറ്റിത്തടത്തിൽ ഉണ്ടാകലല്ല. പിന്നെയോ 24 മണിക്കൂറും ഓൺലൈൻ ഇബാദത്തായിട്ട് യൂട്യൂബിന്റെ മുമ്പിൽ ചടഞ്ഞിരിക്കലും അല്ല. ഏതാണ് തഖ്വ എന്ന് പറഞ്ഞാൽ? ഭക്തി എന്ന് പറഞ്ഞാൽ, സൂക്ഷ്മത എന്ന് പറഞ്ഞാൽ, കഴിക്കുന്ന ഭക്ഷണം മുതൽ, കൊടുക്കുന്ന സമ്പത്ത് മുതൽ, പ്രിയപ്പെട്ടവരെ ഉറങ്ങുന്നത് മുതൽ ഉണരുന്നത് വരെ, അടുക്കള മുതൽ അന്താരാഷ്ട്രം വരെ, A to Z നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി ഉണ്ടായാൽ മാത്രമേ അള്ളാഹു നമ്മുടെ അമലുകൾ കബൂൽ ചെയ്യുള്ളൂ. അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ.